ഇന്ന് മണിപ്പുട്ടും പാൽക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആവശ്യത്തിന് അരിപ്പൊടി എടുത്ത് അതിലേക്ക് ഉപ്പിട്ട് അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് നമ്മൾ ഇടിയപ്പത്തിന് എങ്ങനെ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുന്നു അതുപോലെ എടുക്കാം. ഈ സ്റ്റേജ് വരെ എല്ലാം നമുക്ക് ഇടിയപ്പത്തിൻ്റെ അതേ സെയിം മെത്തേഡാണ്. അതിനുശേഷം നമുക്കൊരു മുറം വെച്ചിട്ട് നമുക്ക് അല്പം അരിപ്പൊടി തൂക്കി കൊടുക്കാം. ഇനി അരിപ്പൊടിയുടെ പുറത്തേക്ക് തന്നെ നമുക്കിതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി നമുക്കിതുപോലെ ഒന്ന് തട്ടി കൊടുക്കാം. അരിപ്പൊടി എല്ലാ സൈഡിലും വരുമ്പോൾ തന്നെ ഇതങ്ങ് പെട്ടെന്ന് പൊട്ടി ഇങ്ങനെ ഇതുപോലെ കിട്ടും. നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി പുട്ട് വേവിച്ചെടുക്കുന്ന പോലെ നമുക്ക് തേങ്ങയും ആ മിക്സും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുക്കാം. ഇതാ നമ്മുടെ മണിപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ കറി എങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം. രണ്ടാം പാലിലേക്ക് ഞാൻ ആവശ്യത്തിന് പഞ്ചസാര ചേർത്തൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. രണ്ടാം പാലിൽ കുറച്ച് അരിപ്പൊടി കലക്കിയിട്ട് ഞാൻ അതും കൂടി ഇതിലേക്ക് ചേർത്തൊന്ന് കുറുകി വന്നപ്പോഴത്തേനും ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തു. ഇതാ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ.